ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. വരന്മാര് ആവശ്യമുണ്ട്. ആശ്വാസം കണ്ടാൽ മാത്രം പ്രതിഫലം. ഇത് വേറെ പരസ്യമല്ലേ? ഇപ്പൊ തെറ്റി വായിച്ചത്. ഞാൻ മണവാളൻ. മോളെ വിളിക്കാൻ ഞാൻ കണ്ടോടി പാൻറ്റും കാൽസറായും ബെൽറ്റും എന്നാ ഒരു പരിഷ്കാരി, എന്നാ മണവാ അവന്റെ അടുത്ത്. ഏതൊക്കെ സെന്റ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പശുവിൻ്റെ കല്യാണമാണ് ഗൈസ്. ഞാൻ ഒരു വർഷം മുന്നേ പശുവിൻ്റെ എൻഗേജ്മെൻറ്റിന് പോണ ഒരു ഗെറ്റ് റെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, വിഗൊക്കെ വെച്ചിട്ട്. സോ ഇന്ന് നമ്മൾ പശുവിൻ്റെ കല്യാണത്തിന് ഗെറ്റ് റെഡിയാണ്. ഗെറ്റ് റെഡി വ്ളോഗ് എല്ലാം ഉണ്ട് ഗൈസ്. സോ നമുക്ക് ഒരുമിച്ച് പോരാടാം. അപ്പോൾ രാവിലെ എണീറ്റ് കുറേ നേരം അങ്ങോട്ട് തലയൊക്കെ ചൊറിഞ്ഞ് 2-3 ദിവസമായിട്ട് മുറപ്പയ്യൻ്റെ അടുത്ത് കിടാൻ തലയിൽ അത്രയും പേനുണ്ടോ എന്നൊരു ഡൗട്ടില്ലാതെ ഇല്ല. ഇന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തല ചൊറിഞ്ഞത് മുതുക്ക് പേൻ കയ്യിൽ കിട്ടി. ഇനിയൊന്നും പറയാനില്ല, അവൻ്റെ മണ്ട അടച്ച് പൊളക്കാതെ വേറെ ജോലിയൊന്നുമില്ല. സോ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആവണം. ഇത് കഴിഞ്ഞിട്ട് ഒരുങ്ങിയിട്ട് നമുക്ക് വോട്ടിടാൻ പോകണം. അങ്ങനെ കുറേ പരിപാടിയുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗെറ്റ്. സോ ഗൈസ്, അങ്ങനെ ഞാൻ എണീറ്റു, പല്ല് തേച്ച് മുഖമൊക്കെ കഴുകി റെഡി ആയിട്ടിരിക്കുകയാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇന്ന് നമ്മുടെ നീതുവിൻ്റെ കല്യാണമാണ്. അപ്പം നമ്മൾ വ്ളോഗൊക്കെ എടുത്താണ് പോണത്. പശുവിൻ്റെ കല്യാണം എന്ന് പറയണം. നീതു പശുവിൻ്റെ കല്യാണമാണ്. സോ ഗൈസ്, നമുക്കിനി മേക്കപ്പ് ഇടാം. വരൂ, ലെറ്റ്സ് ഗെറ്റ്. വരൂ. സോ ഗൈസ്, ആദ്യം ഞാൻ ഫേസിൽ യൂസ് ചെയ്യുന്ന സിറോ എന്ന് പറഞ്ഞാൽ ന്യൂട്രിഡാമിൻ്റെ കോപ്പർ ആക്ടിവേറ്റർ ഫേഷ്യൽ സിറോ ആണ്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കോപ്പർ PCA വരുന്നുണ്ട്, ലൈസൈൽ ഓക്സിഡൈസ്, സോഡിയം BCA ഒക്കെ വരുന്നുണ്ട്. ഈ 3 ഏജൻസ് നിങ്ങൾ കേൾക്കുമ്പോൾ എന്തുവാ സാധനമൊന്ന്, ഇത് വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മളെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. സ്കിന്നിൻ്റെ ഇലാസിറ്റി ഇമ്പ്രൂവ് ചെയ്യും. ആൻഡ് ഓൾസോ എനിക്ക് നമ്മുടെ ഏജിങ് സൈൻസ് ഉണ്ടല്ലോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ആയിട്ടുള്ളൊരു സിറോ ആണ്. ആൻഡ് നിങ്ങൾക്ക് ഡേയും നൈറ്റും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു സിറോ ആണ്. സീരിയസ്ലി ഈ ഒരു സിറോ എന്ന് പറയുന്നത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുമോ. നിങ്ങൾക്ക് റിങ്കിൾസും ഫൈൻ ലൈൻസും വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനുള്ള ഒരു സിറോ ആണ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫേസിന് സ്കിന്നിന് ഒരു യൂത്ത്ഫുൾ റേഡിയൻസ് തരുകയും ചെയ്യും. ഭയങ്കര പ്ലംബർ ആൻഡ് ബൗൺസിയർ ആയിട്ട് വയ്ക്കും സ്കിന്ന്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സിറോ ആണ്. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള സിറോ ആണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയോ. സ്കിന്നിന് അടിപൊളിയായിട്ട് വർക്കാവും. സോ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്തായാലും നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് പിന്നെ കാണുമ്പോഴേ മനസ്സിലായി ഏതായിരിക്കും മോയ്സ്ചറൈസർ എന്ന്. സോ ഇത് മോയ്സ്ചറൈസർ ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ വിത്ത് വൈറ്റമിൻ ഇ ആണ്. എന്തുകൊണ്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു മോയ്സ്ചർ എന്ന് വെച്ചാൽ ഇത് ആക്ട് ലൈക്ക് എ പ്രൈമർ. അത്രയ്ക്ക് പറയാണ്. മേക്കപ്പ് പ്രൈമറുമാണ് ഇരിക്കുന്നത്. ടെക്സ്ചർ ഭയങ്കര സ്മൂത്ത് ആക്കാനും നോൺ ഗ്രീസിയാണ്. നമ്മുടെ സ്കിന്നിനൊരു കൂളിംഗ് എഫക്റ്റ് ആണ്. വൈറ്റമിൻ ഇ ഫോസ്ഫേറ്റ് വരുന്നതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസിങ് കിട്ടും. ആൻഡ് ഓൾസോ നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രേഷൻ തരുന്നുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഇതിനകത്തുണ്ട്. ആക്നെ കുറയ്ക്കാൻ, റെഡ്നെസ്, ആക്നെ സ്പോട്ട്സ് ഒക്കെ മാറ്റാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ള സാധനമാണ്. ഈ ഒരു സമ്മർ ടൈമിൽ സ്കിന്ന് ഭയങ്കര കൂളായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ഈ ഒരു മോയ്സ്ചറൈസർ ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ഡൂപ്പറാണ്. നിങ്ങൾക്ക് പറയേണ്ട ഒരുപാട് നാളായിട്ട് ഒരുപാട് പേര് പറയുന്നതാണ്. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇൻക്ലൂഡിങ് എനിക്ക് തന്നെ പേഴ്സണലി യൂസ് ചെയ്തിട്ട് അത്ര സൂപ്പറായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ്സ് ഇബേരിയ സ്കിൻ ബ്രാൻഡ്സിൻ്റെ വെബ്സൈറ്റിലും ആമസോൺ, നൈക്ക, ന്യൂട്രിഡാമിൻ്റെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സ്കിൻ കെയറിന് ശേഷം ഞാൻ ബേസ് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്ത് ലൈക്ക് കളർ കറക്റ്റർ, കുറച്ച് കൺസീലറും അപ്ലൈ ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഐ മേക്കപ്പ് ചെയ്യാണ്. കാരണം എപ്പോഴും ഞാൻ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യുമ്പോൾ ബോർ അടിച്ചതുകൊണ്ട് ഐ മേക്കപ്പ് ചെയ്താണ് കാണിച്ചാൽ ഞാൻ വിചാരിച്ച് ആദ്യം ഞാൻ ഒരു ബ്രൗൺ ഷെയ്ഡിട്ട് നന്നായിട്ട് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ്. ആക്ച്വലി നമുക്കൊരു സാരി എന്ന് പറഞ്ഞൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് കളർ വിത്ത് ഒരു ഗോൾഡാണ് വരുന്നത്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത്യാവശ്യം കുറച്ച് ഗോൾഡൻ ഒരു കളർ തന്നെ കണ്ണി കൊടുക്കാമെന്ന്. ബ്രൗൺ വെച്ച് കോണ്ടോർ ചെയ്തിട്ട് ക്രീസ് മുഴുവൻ ജസ്റ്റ് ഒരു ഗോൾഡ് ടിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം എഗെയിൻ ഒരു നമ്മുടെ ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് ഞാൻ ലിഡിൻ്റെ അവിടെ ഐലൈനർ പോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണെന്ന്. ഐലൈനർ എഴുതിയിട്ടുമില്ല, എന്നാൽ കാജൽ സ്മഡ്ജ് ചെയ്ത പോലെ ഒരു ലുക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നൈസായിട്ടൊരു കാജലൂടെ ഐലൈനറൂടെ എഴുതിയിട്ട് മസ്കാര ഇട്ടിട്ട് ടൈറ്റ് ലൈനൂടെ ചെയ്താണെങ്കിൽ ഗൈസ് ഇത് തന്നെ ധാരാളമാണ്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയുള്ള മേക്കപ്പ് ലുക്കാണ്, ഐ ലുക്കാണ്. അതിനുശേഷം ലിപ് ലൈനർ, റെനയുടെ ഒരു ലിപ് ലൈനർ വെച്ചിട്ടാണ് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഡിയോറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, ഒരു ന്യൂഡ്. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഒരു ന്യൂഡ് ഷെയ്ഡാണ്, ന്യൂഡ് പിങ്ക് ഷെയ്ഡ്. അപ്പം ഞാൻ ഓൾറെഡി ഡ്രസ്സ് ഭയങ്കര ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ ന്യൂഡ് കൊടുക്കാമെന്ന്. പക്ഷേ എനിക്ക് എന്തോ ഒരു തൃപ്തി വന്നില്ല ഗൈസ്. എഗെയിൻ ഞാനൊരു പിങ്ക് ഇതൂടെ വെച്ച് കൊടുത്തപ്പോഴാണ് എനിക്കൊന്ന് നൈക്കയുടെ ആക്ച്വലി കിട്ടിയത് നൈക്കയുടെ ജെയ്ഡ് റോസ് ഷെയ്ഡ് കിട്ടിയപ്പോഴാണ് എനിക്കൊന്ന് സംതൃപ്തിയായത് ഞാൻ. സോ ഗൈസ്,
അങ്ങനെ നമ്മൾ മേക്കപ്പും പരിപാടിയും എല്ലാം കഴിഞ്ഞ് മേക്കപ്പ് കഴിഞ്ഞ് ഇനി ജസ്റ്റ് ഹെയർ കെട്ടണം, സാരി എടുക്കണം, സാരി ഡ്രൈപ്പ് ചെയ്യണം. അപ്പോൾ സാരി ഞാൻ സ്വന്തമായിട്ട് ഡ്രൈപ്പ് ചെയ്താൽ ഇവിടെ വൻ കോലാഹലങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും സാരി ഡ്രൈപ്പ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ വീടിനടുത്ത് ആനാടെന്ന് പറഞ്ഞ സ്ഥലത്ത് മംഗളത്തെന്ന് പറഞ്ഞൊരു ബ്രൈഡൽ സ്റ്റുഡിയോ ഉണ്ട്. അവിടെ പോയിട്ടാണ്, അവിടെ നിശ്ചയിച്ചാണ് എനിക്ക് സാരിയും തലയൊക്കെ എപ്പോഴും കെട്ടിത്തരുന്നത്. സോ അങ്ങനെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് പോകണം ഗൈസ്. ഫുഡ് കഴിച്ചാൽ നമുക്ക് തെറിക്കാം. ഖമൺ. സോ നേരെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഓട്ടോയിലാണ് മംഗളത്തോട്ട് പോയത്. അവിടെ നിശ ചേച്ചിയാണ് എപ്പോഴും എനിക്ക് സാരി ഉടുക്കുന്നതും തലമുടി കെട്ടുന്ന എല്ലാം. ഇപ്പം എല്ലാം കൂടെ ഒരു സ്ക്രീനിൽ കാണിച്ചാൽ കേട്ടാ. സാരി ഉടുക്കുന്ന ചേച്ചിയാണ് തല കെട്ടിത്തന്ന എനിക്ക് തലയൊക്കെ എനിക്ക് ഹെവി ആയിട്ട് കെട്ടാനതേ എനിക്കിഷ്ടമല്ല. പക്ഷേ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് കെട്ടുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ട് കെട്ടിത്തരും. ഇപ്പം മേക്കപ്പ് ആണെങ്കിൽ പറഞ്ഞാലും ചേച്ചി അടുത്ത് ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. സീരിയസ്ലി നിങ്ങൾക്കൊരു ബ്രൈഡൽ ലുക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേച്ചി വിളിച്ചു അടിപൊളിയായിട്ട് ചെയ്തു തരും. ആൻഡ് ഓൾസോ ഹെയറും എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചേച്ചി ചെയ്തെന്ന് എനിക്ക് എപ്പോഴും ഇഷ്ടം. ചേച്ചി ഹെയറാണ്. എനിക്ക് ഭയങ്കര സിമ്പിളാണിത്. ഇതാണ് ലാസ്റ്റ് ലുക്ക് കേട്ടോ. അപ്പോൾ ഗായ്സ് അങ്ങനെ ഞാൻ പോയി ഒരുങ്ങിയിട്ടൊക്കെ വന്ന് ഈ സാരി വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊരു പേജിൽ നിന്ന് എടുത്തതാണ്. കമ്മൽ നൈക്ക, പേഴ്സ് എവിടെ നിന്നാ, മോതിരം നൈക്ക. ഇനിയിപ്പോൾ ഒരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ ഞാൻ ഓട്ടോ ഇടാൻ പോയാണ് ഗൈസ് ഈ ഒരു ലുക്കിൽ. എൻ്റെ കന്നി ഒട്ട് തേഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇട്ടുകൊടുത്ത് രണ്ടാമത്തോട്ടല്ലേ എൻ്റെ രണ്ടാമത്തോട്ടാണ്. ഞാനിങ്ങനെ പറയാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ. അപ്പം ഞാൻ ഭാഗ്യത്തിന് ഇലക്ഷൻ ആയതുകൊണ്ട് ഇവിടെ വെള്ളമുണ്ട് ഗൈസ്, അത് പറയാതിരിക്കാൻ വയ്യ. സോ അതുകൊണ്ട് പൈപ്പ് ലൈനിൽ മറ്റേ ഗവൺമെൻറ് സംഭവം ഉണ്ടല്ലോ അതിൽ വെള്ളമുണ്ട്. സോ ഞാൻ വോട്ടിടാൻ പോകണം. വോട്ടിട്ടിട്ട് അതുവരെ നേരെ കല്യാണത്തിനും വോട്ടിട്ട മിനി വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കുക. ഇപ്പം നേരെ കല്യാണം നടക്കുന്നത് കേശവദാസരം മലർവാടി ഓഡിറ്റോറിയത്തിലോട്ട്. അപ്പം നേരെ തള്ളിപ്പൊളന്നോണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഗായ്സ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ വാഴ വന്നിട്ടുണ്ട്. വാഴേര ചേട്ടൻ. പക്ഷേ ഈ മനുഷ്യ പാവാണ്, അവളൊരു ഭയങ്കരിയാണെന്നുണ്ടെങ്കിൽ. സോ ഇതാണ് നമ്മളെ കപ്പിൾസ്. ഇത് ഇവർ ഓൾഡ് കപ്പിൾസ് ആണ്. നമുക്ക് ലേറ്റസ്റ്റ് കപ്പിൾസിനെ കാണാം. അവളിച്ചിരി മുതിക്കുക. കഴിഞ്ഞില്ല ഗൈസ്. ഇതാണ് പശു. പശുവിന്റെ കല്യാണത്തിനാണ് നമ്മൾ വന്നേക്കുന്നത്. പശു ഇത് കഴിഞ്ഞ ഉടനെ ഇല തിന്നതാണ് ഗൈസ്. ഇവിടെ ഒരുക്കിയത് പാർവതി ചേച്ചിയാണ്. ഞാൻ പാർവതി ചേച്ചിയെ കാണിച്ചു തരാം. നീ ഹാപ്പി അല്ലേ മേക്കപ്പില്? സെറ്റ് അടിപൊളി. നമ്മളെ പശുവിനെ ഒരുക്കിയത് പാർവതി ചേച്ചിയാണ്. ചേച്ചി നൈസായിട്ടുണ്ട്. ഇന്നലത്തെ ചേച്ചിയാണ് ഞാൻ വിചാരിച്ച ചേച്ചി കല്യാണത്തിന് മാത്രമാണ്. പക്ഷേ ഇന്നലെ ഫോട്ടോ കണ്ടപ്പോഴും സെറ്റായിരുന്നു. സൂപ്പർ. ഞാനാണ് സജസ്റ്റ് ചെയ്തത് ഇത്രയും നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്. അടിപൊളിയായിരുന്നു. ഭയങ്കര സിമ്പിളായിട്ട് സട്ടിലായിട്ട് വാരിക്കോഴി ഫൗണ്ടേഷൻ ഒന്നും കുളിപ്പിക്കാതെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കോണ്ടാക്ട് ചെയ്യാൻ സൂപ്പറായിട്ട് ഒരുക്കി തരും കല്യാണം. ഞാൻ ഇവിടെ കൊടുത്തേക്ക് ഇങ്ങനെ എഴുതിയിട്ട് എന്താ ചെക്ക് ചെയ്തു. അടിപൊളിയായിട്ട് ഒരുക്കി തരും. കാരണം എന്നെ ഒരു തവണ ചേച്ചി ഓണത്തിന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്തതാണ്. സോ സൂപ്പറാണ്. ശരി. നമ്മൾ അതാണ് ഇപ്പം നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ചെയ്യുമായിരുന്നു മേക്കപ്പ്. ചേച്ചിക്ക് ഞാൻ ചെയ്തു കൊടുക്കും, ചേച്ചി എനിക്ക് ചെയ്തു. അങ്ങനെ മണായിട്ട്. കാരണം നമ്മളെ രണ്ടുപേരെ കണ്ണിൽ നല്ല സ്പേസ് ഉണ്ട്. അപ്പം നമുക്ക് ഐ മേക്കപ്പ് ചെയ്ത് പഠിക്കാൻ നമ്മളിങ്ങനെ നോക്കിയെടുക്കുമായിരുന്നു. ഗൈസ് ഇത് ഞങ്ങളുടെ പെൺ വീട്ടുകാരുടെ മൊണാൾട്ടാണ് കാണുന്നത്. എന്തൊക്കെ വെച്ചാൽ നമുക്ക് തന്നെ അറിഞ്ഞൂടെ ഒടുക്കത്തെ ആക്ടിങ് ഒക്കെ ഉണ്ട്. ഉമ്മയൊക്കെ വെച്ച് തകർക്കുകയാണ്. പച്ചപ്പള്ളുകളാണ് പരസ്പരം വിളിക്കുന്നതിൽ ഉമ്മയൊക്കെ വെച്ചാണ് തകർക്കണം. നീതുവിനെ കണ്ട ഉടനെ, നീതുവിനാട്ടോ അവളെ ഒറിജിനൽ പേര്, കണ്ട ഉടനെ നമ്മൾ അന്നത്തിനാണ് ഉന്നം. ഞാൻ പറയില്ല, അന്നമാണ് ഉന്നം. നമ്മൾ നേരെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഓൾറെഡി അവിടെ പരിപ്പൊക്കെ ഒഴിച്ച് വെച്ചത്. എൻ്റെ അടുത്ത് ലക്ഷ്മി ചേച്ചി പ്രത്യേകിച്ച് പറഞ്ഞ് പരിപ്പൊന്നും കഴിക്കരുത്, ചോറും തോരനും വെജിറ്റബിൾസും കൂടെ കൂട്ടി വേണം കഴിക്കാനൊന്നും. പരിപ്പ് ഒഴിച്ചു പോയി ലക്ഷ്മി ചേച്ചി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പരിപ്പ് കുറച്ച് അപ്പുറത്തോട്ട് മാറ്റിയിട്ടിട്ട് കുറച്ച് കട്ട കൊതിയൊക്കെ വച്ചുകൊണ്ട് ഞാൻ ഇതൊക്കെ മനസ്സിൽ വെച്ച് പരിപ്പൊക്കെ ഉണ്ടെന്നുള്ള മനസ്സിൽ വെച്ച് കുറേ തോരനും അവിയലൊക്കെ ഇട്ട് കഴിച്ച് സ്വയംഭനായിരുന്നു. സദ്യയൊക്കെ പൊളിയായിരുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഇത് നമ്മുടെ കോളേജ് ഗ്യാങ് ആണ് കേട്ടോ. സോ ഞാൻ എൻ്റെ ബാക്കി കപ്പിൾസിനെയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ചുരുവിയും ചേട്ടനും. നമ്മൾ ലാസ്റ്റ് കല്യാണത്തിന് പോയില്ലേ, അതായത് ഈ ഏപ്രിൽ 15 ഇവരുടെ കല്യാണമായിരുന്നു. സോ അപ്പം ഇവരാണ് കല്യാണം കഴിഞ്ഞവരാണവർ. ഇവരൊക്കെ എൻ്റെ കൂടെ വന്നവരാണ്. സോ അങ്ങനെ അങ്ങനെ കല്യാണമായി ഗൈസ്. നമ്മളിവിടെ കുറേ നേരം രാവിലെ പോലും കുറേ നേരം നുണയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഷടപടേന്ന് കല്യാണമായി. സോ പിന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് കല്യാണം മുഹൂർത്തങ്ങളാണ്. അപ്പം ഇവർ പറഞ്ഞുതരാം. ഞാനും നീതും ബോട്ടണി, അവൻ സോഷ്യോളജി. അമലെന്നാണ് പയ്യൻ്റെ പേര്. സോഷ്യോളജി സീനിയറല്ല, ഞങ്ങൾ സെയിം ബാച്ചാണ്. അവൻ സോഷ്യോളജി ബാച്ച്, ഞങ്ങൾ ബോട്ടണി ബാച്ച്.
സോ അങ്ങനെ പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നവരെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഭയങ്കര ഭാഗ്യമായിട്ടുള്ളതാണ്. എന്നെ സംബന്ധിച്ചിട്ട് നമ്മൾ സ്നേഹിച്ച ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ഭാഗ്യം നീതുവിനുണ്ടായാലും ഞങ്ങൾക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളെ ഫ്രണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ഒരു ലൈഫ് അവൾക്ക് ഇഷ്ടമുള്ള ഒരാളോടെ ജീവിക്കുമ്പോഴത്തേ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സോ അതിൽ എന്താ ഒരു വാക്ക് പറയുമല്ലോ ഗൈസ്, അതാണ് ഞാൻ കൃതാർത്ഥയാണ് ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് സത്യം എനിക്ക് ഇങ്ങനെ കുറേ നേരം എനിക്ക് അവരെ തന്നെ നോക്കുന്നത് ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ പുടവ കൊടുത്തു ഗൈസ്, താലി കെട്ടി പുടവ കൊടുത്തു. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് സിന്ദൂരിടൽ ചടങ്ങിലോട്ടാണ് പോകുന്നത്. അതാണ് ഞാൻ ഇനി അടുത്ത കാണിച്ചാൽ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയില്ല, നമുക്ക് ഒരിക്കലും കല്യാണം കാണാൻ വേണ്ടിയിട്ട് പറ്റൂല. ഒന്നെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന ചേട്ടന്മാരെ ഉച്ചിയിൽ അവിടെ എന്തെങ്കിലും സീറ്റ് സെറ്റ് ചെയ്തിരിക്കണം, അല്ല നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഭാഗ്യത്തിന് മറ്റേ സ്ക്രീൻ സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റി, അല്ലെന്നീ കാണാനേ പറ്റൂലായിരുന്നു ഗൈസ്. അങ്ങനെ സിന്ദൂരവും അണിഞ്ഞു. അങ്ങനെ നമ്മൾ ഇനിയുള്ളത് നിങ്ങൾക്കറിയാമല്ലോ, ഇത് കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് എല്ലാവരും തെറിച്ചോടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മുടെ ഡിഗ്രി ബാച്ച് ക്ലാസ് ഗ്യാങ് ആണ്, ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഒരുങ്ങാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും അവർ മറ്റേ ചടങ്ങുണ്ടല്ലോ, പാലും പഴവും കഴിക്കുന്ന ചടങ്ങ്, അങ്ങനെ അവിടെ വന്ന് പിന്നെ അവരെ പാൽ കുടിക്കണേ പഴം കഴിക്കണേയൊക്കെ ചടങ്ങ് കണ്ടുകൊണ്ടിരുന്നു. ഞാൻ പണ്ടെപ്പോഴും ഏതോ കസിൻ്റെ മാരേജിനാണ് ഇത് ലൈവായിട്ട് കാണുന്നത്, പിന്നെ ഇപ്പോഴും നീതുവിൻ്റെ മാരേജിനാണ് കാണുന്നത്. സോ പച്ചപ്പഴം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മൊണാൾട്ടൊക്കെ ഇരുന്നു അവിടെ ഇരുന്നുകൊണ്ട്. സോ അങ്ങനെ കല്യാണം കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകണില്ല, കുറച്ച് പരിപാടിയിലോട്ടൊക്കെ പോകും ഗൈസ്. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനും അഞ്ജനയും കൂടെ വിചാരിച്ച് ഞാനും അഞ്ജനയുടെ ചേട്ടനും കൂടെ നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. സോ നമ്മൾ പോണത് പവി ടേക്ക് കെയർ എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഈ ആർഭാട വേഷമൊന്നും നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ വയ്യ. അപ്പം അതുകൊണ്ട് കാരണം 6:30-ക്കാണ് ഷോ. അപ്പം ഞങ്ങൾ വിചാരിച്ച് സ്റ്റുഡിയോ നമുക്ക് അഫോർഡബിൾ ആയിട്ട് കുറച്ച് ടീഷർട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഔട്ട്ഫിറ്റൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ പുത്തൻ ലുക്കിൽ വരും. എന്തൊന്നും വേണ്ടാത്ത എനിക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അവൾക്ക് ക്ഷീണമാണ്, എല്ലാവർക്കും ഉണ്ടേന്റെ ക്ഷീണമാണ്. ഇതൊന്ന് ഊരിക്കളഞ്ഞാൽ മതി. അവൾ വിഗ് വെച്ചേക്കണം, ഒറിജിനൽ ആർഷഭാരത്തിന്റെ സംസ്കാരത്തിന് തന്നെ എതിരായിട്ടൊരു വിഗ് വെച്ചേക്കണം. ആ വിഗൊക്കെ ഊരി കളയണം. എനിക്കുണ്ട് കുറേ പൂവ്, എൻ്റെ ഒറിജിനൽ ഹെയറാ. ഓക്കെ ഗൈസ്, ബൈ. സോ ഗൈസ്, സ്റ്റുഡിയോന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് അഫോർഡബിളായിട്ട് 200 രൂപയൊക്കെ ടീഷർട്ടൊക്കെ എടുത്ത് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് മാറ്റി പൂവും കായും എല്ലാം വലിച്ചെറിഞ്ഞ് കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ സിനിമ, ഞാൻ അഞ്ജനയും കൂടെ നമ്മൾ ഇതുവരെ സിനിമ കാണാൻ പോയിട്ടില്ല. സോ അങ്ങനെ ഞാനും വാഴയും കൂടെ അഞ്ജന വാഴ എന്നാണ് അറിയപ്പെടുന്നത് കോളേജിൽ. അങ്ങനെ നമ്മൾ സിനിമ കാണാൻ പോയി. പവി ടേക്ക് കെയർ ഇസ് എ ഫീൽ ഗുഡ് മൂവി എന്ന് വെച്ചാൽ അടിപൊളി സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, കുറേ നാളുകൾക്ക് ശേഷം ദിലീപേൻ്റെ ഒരു കോമഡി സിനിമ. സോ കണ്ടതിന് ശേഷം അവളും യാത്രയൊക്കെ മോക്കൊക്കെ നമ്മൾ ചത്താണൊക്കെ ഇരിക്കുകയാണ്. ഞാനും വീട്ടിലോട്ട് പോകണം ഗൈസ്. കുളിയും നനയും ജബൊക്കെ ഉണ്ടാന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും ഒരാളെ ചെന്ന് വേണം മേക്കപ്പ് കഴുകി കളയണം, എനിക്കൊന്ന് കുളിക്കണം. ഭയങ്കര ചൂടായിരുന്നു ഗൈസ്. കുളിച്ച് കഴിഞ്ഞ ഉടനെ വീണ്ടും ഞാൻ കിടന്നുറങ്ങുകയാണ്, വാഴ വെട്ടിയിട്ട പോലെ. ഇത് ഞാൻ ഉറങ്ങുന്നതല്ല, ഞാൻ ആക്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ക്യാമറ കട്ട് ചെയ്യും, ഓഫ് ചെയ്യും, എന്ത് സമയം എടുക്കും? സോ ഇനി എൻ്റെ ആക്ടിങ് ആണ് ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയിട്ട് വരാം, ഉറങ്ങിയിട്ട് വരാം ഗൈസ്. ടാറ്റാ ബൈ ബൈ.